ഹായ്, ഒരു മനോഹരമായ ഈവനിങ്ങിലാണ് നമ്മളുള്ളത്. ദുബായ് മറീന ഹാർബറിലാണുള്ളത്. നമ്മളൊരു ക്രൂസ് യാത്രക്ക് തയ്യാറെടുക്കുകയാണ്. അതാ നമുക്ക് വേണ്ടിയുള്ള ക്രൂസ് തൊട്ട് പുറകിലായിട്ട് യൂണിക് കാറ്റമറിൻ്റെ ക്രൂസ് നമുക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. F&S അഡ്വഞ്ചറിൻ്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഈവനിങ് യാത്ര. നമുക്ക് ബ്ലൂ വാട്ടർ ഐലൻഡ്, അതുപോലെ ദുബായ് ഐനൊക്കെ കണ്ട് പുതിയ ദുബായിൻ്റെ എല്ലാ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഉള്ള യാത്രയാണ്. നമുക്ക് യാത്ര തുടങ്ങാം. യാത്രയിൽ നമ്മുടെ കൂടെ ഒരു അതിഥി കൊണ്ടുണ്ട്. യാത്രയെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്. ശരിക്കും ഗസ്റ്റ് അല്ല, നമ്മൾ അവരുടെ ഗസ്റ്റാണ്. ഷമ്മാനുണ്ട് നമ്മുടെ കൂടെ. ഷമ്മാനെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ F&S അഡ്വഞ്ചർ. നമുക്ക് അവരുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. എന്താണ് F&Sൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊടുക്കുന്നത്? നമ്മളുടെ ഇപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നുള്ളത് അത് ടൂറിസ്റ്റ്, അതായത് 1 മന്ത് വരുന്ന ജസ്റ്റ് നമുക്ക് അതായത് 1 വീക്ക് ടൂറിസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഹോട്ടൽ ബുക്കിംഗ്, വിസ തൊട്ട് ഹോട്ടൽ ബുക്കിങ്സ്, ടൂറ് തുടങ്ങിയ എല്ലാം, സിറ്റി ടൂർ, സഫാരി എല്ലാം ഇതിൽ പെടും. അതായത് നാട്ടിൽ നിന്ന് ഒരാൾ പോരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്നുള്ള വിസ, ടിക്കറ്റ് മുതലുള്ള എല്ലാ പ്രോസസ്സും ഉണ്ട്. എല്ലാ പ്രോസസ്സും ഇവിടെ എത്തുന്ന വരെയുള്ള എല്ലാം ഉണ്ടല്ലോ. ഇവിടെ എത്തിയാലും ഉണ്ട്. ഇവിടെ എത്തിയിട്ട് അവരെ കൊണ്ടുവിടേണ്ടത് വരെ നമ്മൾ നോക്കും. ഞാൻ നിങ്ങളെ ബ്രോഷർ നോക്കിയപ്പോൾ ഇതിൽ ഇങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. അതായത് സിറ്റി ടൂർ. എല്ലാവരും എനിക്കൊന്നും ദുബായിലൊക്കെ വരുന്ന ആളുകൾക്ക് ആദ്യം വേണ്ട സംഭവമാണ് ഇവിടുത്തെ സിറ്റി ഒന്ന് കാണാന്നുള്ളത്. കേരളത്തിനൊക്കെ വരുന്നവരെ സംബന്ധിച്ചാൽ അവരൊരിക്കലും കാണാത്തൊരു സിറ്റിയാണല്ലോ. ഇപ്പോൾ വേറെ എന്തൊക്കെ പാക്കേജുകൾ വരുന്ന? ശരിക്കും ഇതിൽ ഡെസേർട്ട് സഫാരി, പിന്നെ അധികം ഒരു അബുദാബി ടൂർ വയ്ക്കാറുണ്ട്. നമ്മുടെ മസ്ജിദ്, ഗ്രാൻഡ് മോസ്ക്, പിന്നെ അതായത് നമുക്ക് ഹൈന്ദവ സ്വത്ത് വരുന്നവർക്ക് ബാബ്സ് ടെമ്പിൾ, നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. അതുപോലെ ഫെറാരി വേൾഡിൽ നമുക്ക് ടിക്കറ്റ്സ് ആണ് ഇതിൽ. എല്ലാ ടിക്കറ്റ്സ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ ടൂറിസ്റ്റ്. ഈ ക്രൂസ് യാത്രകൾ എങ്ങനെയൊക്കെയാണ്? ക്രൂസ് നമുക്ക് പലതരം ക്രൂസ് ആയിട്ട് വരും. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് തൊട്ട് VIP ക്രൂസ് വരെ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് യാട്ട് എടുക്കും ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് യാട്ട് വരെ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കണ്ടു ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഈ സ്പീഡ് ബോട്ടിംഗ് പരിപാടി അല്ലേ? അതെ, സ്പീഡ് ബോട്ടിംഗ് പരിപാടി. എവിടെ, ഏത് വഴിയാണ്? യാ സൈഡ് നമ്മൾ അധികം മറീന വഴിയാണ് ചെയ്യുന്നത്. മറീന വഴിയാണ്. മറീന ഹാർബർ മുതൽ നമ്മൾ ബ്ലൂ വാട്ടർ മുതൽ ചെയ്യും. ഫുൾ ഏരിയ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ജുമേറ ബീച്ചിലും കൂടി ചെയ്യാറുണ്ട്. അറ്റ്ലാന്റിസും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞങ്ങളിങ്ങനെ ട്രിപ്പിൽ പോയിക്കൊണ്ട് പോവാണ്. എന്നാൽ പോലും അതിൻ്റെ ഒരു മുഴുവനായിട്ടില്ല. ബാക്കി നമുക്ക് കാണാം. എങ്കിലും ഇതുവരെ കിട്ടിയ ഞങ്ങളവിടെ വന്നത് മുതൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടുന്ന സ്വീകരണമൊക്കെ വളരെ വലുതാണ്. നിങ്ങളുടെ ഒരു പ്രസൻസ് വളരെ വലുതാണെന്നുള്ളതാണ് ഏറ്റവും വലുത്. നമുക്ക് ബാക്കി ഇങ്ങനെ കണ്ടു നോക്കാം. എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ മറീന ഹാർബറിൽ നമ്മൾ ജസ്റ്റ് പുറപ്പെട്ടിരിക്കുകയാണ്. യാത്ര തുടങ്ങി. യാത്രയുടെ ഭംഗിയാണ് ഇത് കൂടുതൽ പറയുന്നതല്ല, കണ്ടിട്ട് അതിൻ്റെ കാഴ്ചയിലാണ് അതിൻ്റെ മുഴുവൻ ഭംഗിയിരിക്കുന്നത്. നമുക്ക് കുറേ സ്ഥലങ്ങളിൽ എത്താണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ദുബായ് ഐലിൽ പോകാണ്ട്, അതുപോലെ ബ്ലൂ വാട്ടർ ഐലൻഡിൽ പോകാനുണ്ട്. ഇങ്ങനത്തെ യാത്രകളൊക്കെ, ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ സ്പോട്ട്സൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്രയെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓരോ കാണുന്ന കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സമയമായതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളും, പലതും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, എല്ലാം ലൈറ്റുകൾ ഇങ്ങനെ ദീപാലങ്കാരമായി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അലങ്കാരികമായിട്ട് പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളിങ്ങനെ കണ്ട് ആസ്വദിക്കാം.
ചെമ്മനെ അപ്പൊ നമ്മള് പോകുന്നത് 200 പേർക്ക് ഏകദേശം സഞ്ചരിക്കാവുന്ന ഒരു ക്രൂസിലാണോ? ഇവിടെ ശരിക്കും എത്ര ഡിഫറെന്റ് ടൈപ്പുകൾ ഉണ്ട് ഇന്നത്തെ ക്രൂസിൽ? ക്രൂസ് ഡിഫറെന്റ് കുറെ ക്രൂസുകളാണ്, വെറൈറ്റികളാണ് കൂടുതലുള്ളത്. ഇതിലിങ്ങനെ ഇതിപ്പോ ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ മെല്ലെ പോകുന്ന ഒരു ബോട്ടാണ്. ഇതിന്റെ വലിയ കപ്പാസിറ്റി ഉള്ളതുണ്ട്. അതുണ്ട് 200 കൂടുതൽ, അതായത് 220 ഫീറ്റ് വരുന്ന ബോട്ടുകൾ വരെയുണ്ട്. യാട്ട് എന്ന് പറയുന്നത്, അതായത് ഷെയറിംഗ് യാട്ടായിട്ട് വരും. അതിൽ എത്ര പേരൊക്കെ പോകും? അതിൽ മോർ ദാൻ 600 കപ്പാസിറ്റി ഉള്ള ബോട്ടാണ്. അത്രയും കപ്പാസിറ്റി, അതായത് ഇതിന്റെ 3 ഇരട്ടി കപ്പാസിറ്റി. അതെ, അത് 3 hours ക്രൂസ് ആണ്. അത് അറ്റ്ലാന്റിസ് അടക്കം കവർ ചെയ്യും. അറ്റ്ലാന്റിസ് അടക്കം കവർ ചെയ്യുന്നതാണ്. അത് കുറച്ചും കൂടി പറയുന്ന പോലെ വലിയ ക്രൗഡ് ഉണ്ടാവില്ലേ? നമ്മുടെ ഷിപ്പിലൊക്കെ പോകുന്ന ഫീൽ കിട്ടൂല്ലേ? അതെ, കിട്ടും തീർച്ചയായും. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഇത് കാണുന്നത് 1-2 ആളുകൾക്കൊക്കെ പോവാൻ സ്പീഡ് ബോട്ടുകൾ പറയുന്നില്ലേ? അതൊക്കെ ഫാമിലി ഒന്നായിട്ട് എടുക്കുന്നത്. ഫാമിലിക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, അവർക്ക് ക്രൗഡൊക്കെ വേണ്ടെങ്കിൽ പ്രൈവറ്റ് യാട്ട് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് യാട്ടിൽ തന്നെ ഷെയറിംഗ് വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാൻ പറ്റും. സാധാരണ പ്രൈവറ്റ് യാട്ടിൽ എത്ര പേരൊക്കെ പോവാം? കപ്പാസിറ്റി എത്ര പേരുണ്ട് അവർക്ക് കപ്പാസിറ്റി ബോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ്, എല്ലാത്തിനും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇഷ്ടം പോലെ ഐറ്റം ഉണ്ടല്ലേ? നമുക്ക് അത് പോവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് ആളുകളുടെ സൈസിനനുസരിച്ചിട്ട് വിവിധ വെറൈറ്റികൾ ഉണ്ട് അല്ലേ? എങ്ങനെയാക്കണം? ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ 5-6 ഫാമിലി, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സും അവരെ ഫാമിലിയൊക്കെ ഒരുമിച്ച് വരുന്നവർക്കും എല്ലാം വെറൈറ്റി ഉണ്ട്. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ആക്കാം. അപ്പൊ ഇത്തരം സാധനങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾ വളരെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇവന്റ് ഒക്കെ നടത്തണമെങ്കിൽ വരെ ഇതിൽ നടത്താൻ പറ്റും. വെഡിങ് പാർട്ടി, ഏതും ഇവന്റ്സ് നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. ഞാനിതിന്റെ മാനേജർ ജിതിനായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇന്ന് മാത്രം 2 വെഡിങ് റിസപ്ഷൻ ഇതിലുണ്ടായിരുന്നു. ഒന്ന് പകലും, അതെ, ഒന്ന് ഈവനിംഗിൽ ഉച്ചക്കും ഈവനിംഗ് ഉണ്ടായിരുന്നില്ലേ? അതിൽ ഒരെണ്ണം കേരള ഫാമിലിയാണ്. കേരള ഫാമിലിയാണ്. അതാണ് ഇവിടെ വരെ നടത്താമെന്നാണ് ഇതിന്റെ. അതെ. അപ്പൊ ഇതിലൊരു 200 ആള് ഇപ്പൊ ഇവിടെയൊക്കെ ആകുമ്പോ നമുക്ക് ഒരുപാട് ആളുകളെ ഗസ്റ്റിനെ വിളിക്കണം. നമ്മളൊരു ലിമിറ്റഡ് ആയിരിക്കും ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പാർട്ടി നടത്തുന്നത് അവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ? അങ്ങനെ മാക്സിമം 200 പാക്സ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ. പിന്നെ ഫുഡ് നമുക്ക് ആവശ്യത്തിന് ചെയ്യാം. അവർക്ക് ഉദ്ദേശിച്ച പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളെ ആക്ച്വലി ഇപ്പൊ മലയാളികൾക്ക് ആകുമ്പോൾ കേരള റെസ്റ്റോറന്റ് ആണ് അവർക്ക് മെയിൻ വേണ്ടത്. നമുക്കത് വെച്ചിട്ട് അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മള് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഇതിൽ പാക്കേജ് എടുക്കുകയാണെങ്കിൽ പോലും എല്ലാവർക്കും കഴിക്കാവുന്ന ഫുഡുകളുണ്ട്. കാരണം അറബിക് ഫുഡുകൾ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ആയതുകൊണ്ട് അറേബ്യൻ ഫുഡുകളുണ്ട്. ബാക്കി കുറച്ച് യൂറോപ്യൻ ഡിഷസ് നമ്മൾ ഇങ്ങനെ കണ്ടതിൽ. ഒരു മനോഹരമായ യാത്ര ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ദുബായിലെയും അതുപോലെ UAE യിലെയൊക്കെ മികച്ച ടൂറിസ്റ്റ് സ്പോട്ടുകളുമായി ഞങ്ങൾ വീണ്ടും കാണാം.